അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. നേരത്തെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോട് കാട്ടുവളപ്പിൽ നൗഷാദ് വലിയ ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അത് കാപട്യമാണ് എന്ന് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ കാണിക്കുന്ന കോപ്രായത്തങ്ങൾ, ഉസ്താദിനെ അഭിസംബോധന ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമക്കും ചെറുശ്ശേരി ഉസ്താദിനും ശേഷം ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ, അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ, പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് ഇവൻ കാണിക്കുന്ന കോപ്രായത്തങ്ങൾ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയെ മനഃപൂർവ്വം പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത്, താജുൽ ഉലമയെ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ഉറപ്പെടുത്തുകയാണ്. ആരായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ? ഈ നൗഷാദിന് മറക്കാൻ കഴിയുമോ? ഒരു പക്ഷേ നൗഷാദ് പോലും സനദ് വാങ്ങിയിട്ടുള്ളത് താജുൽ ഉലമയുടെ കൈകളിൽ നിന്നായിരിക്കാം. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് അവിടുത്തെ ഹയാത്ത് കാലത്ത് സനദ് കൊടുക്കാൻ ക്ഷണിച്ചിരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയെയാണ്. ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷവും താജുൽ ഉലമയുടെ വഫാത്ത് വരെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയാണ് അവിടെ സനദ് കൊടുക്കാറുണ്ടായിരുന്നത്. അത് താജുൽ ഉലമയുടെ മഹത്വം വിളിച്ചോതുന്നതാ. എന്നിട്ട് ആ താജുൽ ഉലമയെ മനഃപൂർവ്വം നൗഷാദ് മറക്കുന്നു. പോരാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാകുന്ന ബഹുമാനപ്പെട്ട കരുവന്തിരുത്ത് ഫസൽ പൂക്കോയ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ടവർ ഉള്ളാളത്തെ ഉറൂസിന് നൗഷാദിന് അവസരം വാങ്ങിക്കൊടുക്കുന്നു. ഇവന്റെ ജീവിതത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി ആകെ കിട്ടിയ അവസരമാണ്. ആ അവസരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മറുപക്ഷത്തുള്ളവർ പോലും താജുൽ ഉലമയുടെ മഹത്വം ഉള്ളാളത്തെ മദനി മഖാമിന്റെ മുന്നിൽ വന്ന് പ്രസംഗിച്ചപ്പോ ഈ നൗഷാദ് മനഃപൂർവ്വം താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ അവിടെ നിന്ന് പറഞ്ഞില്ല. എല്ലാവരും താജുൽ ഉലമയുടെ മഹത്വം പറഞ്ഞു. നൗഷാദ് താജുൽ ഉലമയുടെ മഹത്വം ഉള്ളാളത്തെ മദനി മഖാമിൽ എല്ലാവരും പറഞ്ഞിട്ടും നൗഷാദ് മിണ്ടിയില്ല. എന്തേ നൗഷാദെ താജുൽ ഉലമയെ മാറ്റി നിർത്തിയത്? ഇതെല്ലാം നൗഷാദിന്റെ കാപട്യത്തിന്റെ ഓരോ അടയാളങ്ങളാണ്. നൗഷാദെ, ഞാൻ പറഞ്ഞു നിന്നോട്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇഹ്യാ ഉസ്സുന്നയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണത്തിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഇഹ്യാ ഉസ്സുന്ന എന്ന് പറയുന്ന സ്ഥാപനത്തോട് ഒരു അല്പം കൂറിനൊക്കെണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ഉസ്താദുമാരോട് കൂറുണ്ടായിരുന്നുവെങ്കിൽ, അല്ല ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിനോട് അല്പം ഒരു ആദരവിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുങ്ങലിലേക്ക് ആ പരിപാടിക്ക് മറുപടി പറയാൻ പോകില്ലായിരുന്നു. നിന്റെ തൊലിക്കെട്ടി ഉളുപ്പില്ലായ്മയുടെ നിന്റെ തൊലിക്കെട്ടി, ആ തൊലിക്കെട്ടി കണ്ടിട്ട് കണ്ടാമൃഗം പോലും ചിലപ്പോൾ നാണിച്ച് തലതാഴ്ത്തി പോകും. അത്രക്കും കുരുത്തക്കെട്ട ഒരു പണിയല്ലേ നൗഷാദ് നീ ചെയ്തത്? നിനക്ക് പേരോട് ഉസ്താദിനോട് മറുപടി പറയാനുണ്ടായിരുന്നുവെങ്കിൽ നീ നിന്റെ കേന്ദ്രത്തിൽ വെച്ച് പറഞ്ഞാൽ പറയായിരുന്നോ? നിനക്കുറപ്പാണ്, എല്ലാവർക്കും അറിയാം, നിനക്ക് മറുപടി പറയാനോ നിന്റെ പ്രസംഗം കേൾക്കാനോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒതുക്കുങ്ങലിലേക്ക് വരില്ല. എന്നിട്ട് പോലും ഒതുക്കുങ്ങലിൽ വെച്ച് ആ പരിപാടിക്ക് മറുപടി പറഞ്ഞത് നീ എന്തിനാ? നീ ആ സ്ഥാപനത്തിനോടും അവിടെയുള്ള ഉസ്താദുമാരോടും എന്തിനധികം ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനോട് നീ കാണിച്ച അതവുകേടാണ്. പോരാ, ഒരു തഅലീമുൽ മുതഅല്ലിം ഓതിയ കുട്ടിക്കറിയാം, ഒരു ഉസ്താദിനോട് ആദരവുണ്ടെങ്കിൽ ഉസ്താദിന്റെ മകനോടും ആദരവുണ്ടാകുമെന്ന്. പോരാ, നിന്നോട് ചോദിക്കട്ടെ നൗഷാദ്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പുന്നാരപുത്രനാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹസൻ ഉസ്താദ്, അഹമ്മദ് അബ്ദുൽ ഹസൻ ഉസ്താദ് അവർകൾ, ആ ഉസ്താദിനെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച ഉസ്താദല്ലേ? ആ ഉസ്താദിനോട് ആദരവ് കാണിക്കൽ എന്റെ ബാധ്യതയല്ലേ? അത് ഉസ്താദിനോടുള്ള ബാധ്യത ആദരവ് എന്ന അടിസ്ഥാനത്തിലും അബ്ദുൽ ഹസൻ ഉസ്താദിനോട് ആദരവ് കാണിക്കണം. അതുപോലെ നിന്നെ പഠിപ്പിച്ച ഉസ്താദ് എന്ന അടിസ്ഥാനം നീ ആദരവ് കാണിക്കേണ്ടതല്ലേ? ഇന്ന് നീ ഒതുക്കുങ്ങലിൽ പോയി ചെയ്ത പണി എന്താണ്? അബ്ദുൽ ഹസൻ ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ഇടുമ്പോ നീ പറയാണ് മൂപ്പർക്കും കൊടുക്കണ്ടേ ഒന്ന് എന്ന്. ആദ്യം ആ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ആ സംശയത്തിനുള്ള മറുപടി സുലൈമാൻ ഉസ്താദിന്റെ മകൻ അഹമ്മദ് അബ്ദുള്ള ഹസനി ഓക്കെ ഉസ്താദിന്റെ ആണ്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കുരുത്തക്കേട് തട്ടിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ടീം നടക്കുന്നത്, അത് അബ്ദുള്ള ഹസനി പറഞ്ഞു തരും. മൂപ്പർക്കും കൊടുക്കണല്ലോ ഒന്ന് പറയും. എന്ത് ആദരവാണോ എനിക്കുള്ളത് സുലൈമാൻ ഉസ്താദിനോട്? സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുള്ള ഹസനി ഉസ്താദ്, അത് നിന്റെയും ഉസ്താദ് അല്ലേ നൗഷാദെ? എന്നിട്ട് ആ ഉസ്താദിനെ പറ്റിയാണ് നീ പറയുന്നത് മൂപ്പർക്കും കൊടുക്കണല്ലോ ഒന്ന്. എടോ, അബ്ദുൽ ഹസൻ ഉസ്താദിന്റെ ചെരുപ്പിനടിയിലെ ചേറിന്റെ 4000 പോലും എത്തുവാൻ നൗഷാദ് നീയൊക്കെ? എന്നിട്ടാണ് ഉസ്താദ് അബ്ദുൽ ഹസൻ ഉസ്താദിനെ കൊടുക്കാൻ നിൽക്കണല്ലേ നീയൊക്കെ? ചെങ്ങായി, ആനക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ ഹൗസിനേക്ക് വണ്ടി എടുത്ത് പോയതിന് പകരം വല്ല സൈക്കിളും ചവിട്ടിയിട്ട് ഊളംപാറ കയറി പോകലില്ലായിരുന്നു നന്നായിരുന്നു. ഊളിപ്പുണ്ടല്ലോ നൗഷാദ്. ഇതൊക്കെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയുടെ മഹത്വം പറയാൻ ഇങ്ങനെയൊക്കെയാണോ മഹത്വം പറയല്? ഈ രൂപത്തിലാണോ മഹത്വം പറയല്? ഇനി നൗഷാദിന്റെ അടുത്ത ആദരവ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോടുള്ള ആദരവാണ്. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ സിറാജുൽ ഹുദയിൽ നടന്ന പരിപാടിയിൽ, അവിടെ നടന്ന ആദി സനദാന സമ്മേളനത്തിൽ എന്ത് ചെയ്തില്ല? ഉസ്താദിനെ ആദരിച്ചില്ല എന്നാണല്ലോ. ഇവരാണ് ആദരിക്കുന്ന ആളുകൾ വരും. എന്നിട്ട് അത് പറഞ്ഞിട്ടാണ് ഇവൻ പ്രസംഗിച്ച്. അന്ന് നമ്മൾ പയറ് നിറച്ചു കൊടുത്തു, അതിനുള്ള വ്യക്തമായ മറുപടിയും കൊടുത്തു.
ആ മറുപടി കൊടുത്തപ്പോ ഇവൻ അന്ന് ആദ്യം വന്നത് എങ്ങനെ, ഉസ്താദിന് എന്തുകൊണ്ട് മൈക്ക് കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വീമ്പളക്കിയ അതിന് ഔഷാദ് വന്നിരുന്നു. പക്ഷേ കിട്ടേണ്ടത് കിട്ടിയപ്പോ പിന്നെ അവിടുന്ന് കിടന്ന് പരുങ്ങാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞു അധ്യക്ഷ പ്രഭാഷണം കൊടുത്തില്ല, മുമ്പേ അതൊരു സെഷനിൽ പ്രസംഗിച്ചതാണ്. അപ്പൊ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്ന രൂപം തന്നെ അത് നമ്മൾ ആ ക്ലിപ്പും കാണിച്ചു കൊടുത്തു. ആദ്യത്തെ നമ്മൾ പുസ്തകം പ്രസംഗിക്കണം കാണിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ കിടന്ന് ഉരുണ്ട് മാറിയിട്ട് പറഞ്ഞത് വേറെ സെഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നത് കാണിച്ചു കൊടുത്തു. അപ്പോ ഇന്ന് പേരോട് ഉസ്താദ്, കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഒതുക്കുങ്ങൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഉസ്താദ് ഒരു സൂചന കൊടുത്തിരുന്നു. ആദ്യം അവിടെ വന്നു, പിന്നീട് നിസ്കരിക്കാൻ പോയി, വീണ്ടും വരുമ്പോ പിന്നെയും തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം സാധാരണഗതി നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ഇവൻ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാണ്, ഇവൻ പറയാണ് പിന്നെ എ പി ഉസ്താദ് വന്നപ്പോ എന്തിനാ പിന്നെ തക്ബീർ ചൊല്ലിയത് ഇവൻ ചോദിക്കുക. അപ്പൊ 2-3 സ്ഥലത്ത് ആവർത്തിച്ചു. അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എ പി ഉസ്താദ് മഗ്‌രിബിന്റെ മുന്നേ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എത്തിയിട്ടില്ല. എ പി ഉസ്താദ് മഗ്‌രിബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് അവിടേക്ക് വരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് മഗ്‌രിബിന്റെ മുമ്പ് അവിടെ വന്ന് ഉദ്ഘാടന സെഷനിൽ, സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ഉസ്താദ് അധ്യക്ഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വരികയാണ്. എ പി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതാ. പിന്നെ ഇങ്ങനെ ആവർത്തിക്കുകയാണ് ഈ ചങ്ങാതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം ചോദിക്കുകയാണ് എന്ന് ആദ്യം വരുമ്പോഴുള്ള തക്ബീർ എവിടെ, ഇപ്പത്തെ ക്ലിപ്പാണ്. അപ്പൊ ഒന്ന് ചോദിക്കുകയാണ് കാര്യമായിട്ട് എ പി ഉസ്താദിനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ പ്രസംഗം ഇട്ടിട്ട് ഒന്ന് ചോദിക്കുകയാണ് എന്ന് ആദ്യം വരുമ്പോഴുള്ള തക്ബീർ എവിടെ, ആ ക്ലിപ്പ് കൊണ്ട് പുറത്തു വിടുകയും തൽക്കാലം തരാൻ സൗകര്യമല്ല. ഇത് ആദ്യത്തെ പറഞ്ഞേ എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല, പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തില്ല. പിന്നെ പറഞ്ഞു എന്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം കൊടുത്തില്ല. അവ രണ്ടിനും നമ്മൾ തെളിവ് കൊടുത്തു. അപ്പൊ ഇവൻ പറയാണ് എന്തുകൊണ്ട്, എന്നാൽ ആ തക്ബീർ ചൊല്ലണേ ആ വാഗട് വിടിയും. അത് കേട്ടോക്കി. ആദ്യം വന്നപ്പോ തക്ബീർ ചൊല്ലിച്ചു എന്നല്ലേ പറഞ്ഞേ. കൊണ്ടുപോവാ വീഡിയോ ഹാജരാക്ക്, കൊണ്ടുപോവാ, ഞങ്ങൾക്ക് കാണാനാണ്. ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങളെ ഉസ്താദിനെ നിങ്ങൾ ആദരിക്കണ്, കൊണ്ടുവരിങ്ങള്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങായിക്ക് അടി കിട്ടിയ മാതിരിയാണ്. ഒരു ചങ്ങായി പറഞ്ഞു ഇന്ന വീട്ടിൽ എനിക്ക് എവിടുന്നും അടി ഇട്ടിട്ടില്ല, എന്നെ ആരും അടിച്ചിട്ടില്ല. അപ്പം ചോദിച്ചു അവനോട്, എടാ അന്നല്ല നാളെ ആ കെൻറ്റിങ്കരായിട്ടാണ് കുറച്ച് ആൾക്കാർ തച്ചത്, അത് അവിടുന്ന് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ല, അന്നാളാ പാലത്തിന്റെ അവിടെ വെച്ചാണ് അന്ന ആൾക്കാർ അടിച്ചിനല്ലോ. അപ്പൊ പറയാം അത് അവിടുന്ന് അല്ലേ, ഈ പറഞ്ഞ മാതിരി അത് അതല്ലേ. അപ്പൊ അത് അതല്ലേ. ഇപ്പം പറയണത് തക്ബീറാണ് വീഡിയോ കൊണ്ടിരിക്കും, സൗകര്യമല്ല തരാൻ. അത് തരുന്നതിന് മുമ്പ് ഇതിന്റെ ബാക്കി കൂടി നിങ്ങൾ കേൾക്കണം. അത് തരുന്നതിന് മുമ്പ് എന്നോട് വേറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് അതുകൊണ്ടിരാണ്. അത് കൂടി കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. മാത്രല്ല ഞാൻ ചോദിച്ചില്ലേ, എ പി അബൂബക്കർ മുസ്ലിയാർ അന്നില്ലേ, നേരത്തെ ഉണ്ടല്ലോ മൂപ്പര് വന്നപ്പോ പിന്നെ എങ്ങനെ തക്ബീറല്ലി, മൂപ്പര് നേരത്തെ ഉണ്ടല്ലോ അവിടെ. അന്ന് മുഷാവറ വരെ നടന്നില്ല അവിടെ, ആരല്ലാത്ത അവിടെ. ആ മുഷാവറിന്റെ ക്ലിപ്പടക്കം ഞങ്ങൾ കയ്യിലുണ്ടല്ലോ, തെളിവുണ്ടല്ലോ. മാത്രല്ല കണ്ടോ ഈ കാട്ടുകള്ളം നുണ പറയണത്. എ പി ഉസ്താദ് നേരത്തെ അവിടെ വന്നിട്ടല്ലോ ചങ്ങാതി. ആ വേദിയിലേക്ക് എ പി ഉസ്താദ് ആദ്യമായിട്ടാണ് മഗ്‌രിബിന് ശേഷം വരുന്നത്. അതിന് മുന്നേ ആ വേദിയിലേക്ക് വന്നിട്ടില്ല. ഇത് എന്നോട് പച്ച മലയാളത്തിലെ പലവട്ടം പറഞ്ഞത് തിരിയണില്ല എനിക്ക്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവൻ പറയാണ് അവിടെ മുഷാവറ വരെ നടന്നിട്ടുണ്ടല്ലോ, അതിന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. 1000 കുതിര ശക്തിയോടെ വെല്ലുവിളിക്കുന്ന ഉസ്താദ് തന്നെ. ആ ക്ലിപ്പിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് കൊണ്ടുപോവാ. അന്ന് സിറാജുൽ ഹുദയിൽ വെച്ച് ഹാദി സനദാന കോൺഫറൻസ് നടന്ന അന്ന് അവിടെ വെച്ച് നടന്ന ആ മുഷാവറയുടെ ഒരു ക്ലിപ്പിന്റെ ഒരു ആമുഷം കൊണ്ടുവരാൻ ധൈര്യം ഉണ്ട് എനിക്ക്. ആ ക്ലിപ്പ് കൊണ്ട് കൊണ്ടുപോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നവരോ തക്ബീർ തന്നെ വീഡിയോ അപ്പോൾ കൊണ്ടുവന്നിടും. ധൈര്യം ഉണ്ട് എനിക്ക് വെല്ലുവിളിക്കുന്ന തന്നെ. ആണായി പറഞ്ഞവനാണെങ്കിൽ ഉളുപ്പ് എന്ന് പറയുന്നത് ഒരു അണുമണി തൂക്കം എനിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നൗഷാദ് വെല്ലുവിളിക്കുന്ന തന്നെ ആ മുഷാവറയുടെ ക്ലിപ്പിന്റെ ഒരു അംശം കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടോ എനിക്ക്. ഇനി എന്നോട് വേറൊന്ന് ചോദിക്കട്ടെ നൗഷാദെ, ഈ ക്ലിപ്പ് തന്ന ആളുകൾ, അവിടെ മുഷാവറയിൽ എല്ലാ രഹസ്യങ്ങളും എനിക്ക് ചോർത്തി തന്ന ആളുകൾ, അവിടെ മുഷാവറയിൽ എന്തൊക്കെ ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ, ഇവരാരും എന്നോട് പറഞ്ഞില്ല ചങ്ങാതി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. എനിക്കൊന്ന് ഓരോട് ചോദിച്ചുകൂടേനോ? ഉളുപ്പില്ലാത്ത ജാതി, എനിക്ക് ഓരോടൊന്ന് ചോദിച്ചുകൂടേനോ? ഇമാരി നോണ പറഞ്ഞിട്ട് പേടേണ്ടിയിരുന്നോ? എന്നിട്ട് ഇവൻ എന്തിനാ കുറ്റ്യാടിക്ക് പോയത്? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മഹത്വം പറയാൻ, ആദരവ് പറയാൻ. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവിടെ എന്താ പറഞ്ഞത്? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറയാണ്, ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടുവരണം, ഈ സ്ഥാപനത്തിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം, ഇത് നല്ല സ്ഥാപനമാണ്. അതൊന്ന് കേൾക്കട്ടെ. ദീനിയായ അറിവുകളുണ്ട്, ഭൗതിക അറിവുകളും എല്ലാ അറിവുകളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കുകയും ഇത് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞയക്കുകയും. ഇതുണ്ടോ സുലൈമാൻ ഉസ്താദ് പറയണ പരിപാടിയിൽ ഈ സ്ഥാപനത്തിൽ എല്ലാ അറിവുകളും ഉണ്ട്, ഇവിടേക്ക് നിങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണം, ഇതിനെ സഹായിക്കണം. എന്നാൽ നൗഷാദ് അവിടെ പോയിട്ട് പറഞ്ഞതോ? റഈസുൽ ഉലമയുടെ മഹത്വം പറയാനാണ് നൗഷാദ് ഇവിടെ പോയത്, ഇവിടെ കുറ്റ്യാടിക്ക് പോയത്. റഈസുൽ ഉലമയെ ആദരിച്ചില്ല, റഈസുൽ ഉലമയെ ബഹുമാനിച്ചില്ല. റഈസുൽ ഉലമയെ ആദരിക്കണം, ബഹുമാനിക്കണം, ഞങ്ങളാണ് ആദരിക്കുന്നവർ. റഈസുൽ ഉലമ പറഞ്ഞതോ ഈ സ്ഥാപനം എല്ലാ നിലക്കും നല്ല സ്ഥാപനമാണ്, സഹായിക്കണം, കുട്ടികളെ പറഞ്ഞേക്കണം. നൗഷാദ് കുറ്റ്യാടി പോയി പറഞ്ഞത് എന്താ? അതൊന്ന് കളിക്കുങ്ങള്. രക്ഷപ്പെട്ടാളി മക്കളെ, സിറാജുൽ ഹുദീന്ന് വിട്ടു ഓടിക്കോളി. അവിടെ നിന്നാൽ ഇതാണോ നൗഷാദ് എനിക്ക് ആദരവ്? താലപ്പാവും ധരിച്ചിട്ട് ഇമാതിരി വർത്തമാനം പറയാൻ. സുലൈമാൻ ഉസ്താദ് പറയാ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കണം, സഹായിക്കണം. ഇവൻ പറയാന്ത് മക്കളെ ഓടിക്കളി. അവിടുന്ന് ആർക്കാടോ ആദരവുള്ളത്? ആരോടോ ആദരവ് പഠിപ്പിക്കണേ?
സുലൈമാൻ ഉസ്താദിന്റെ മഹത്വം പഠിപ്പിക്കാൻ വന്നതാലേ ജി കുറ്റ്യാടിക്ക്? ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ നൗഷാദ് ഇപ്പോൾ ഈ സ്നേഹമൊക്കെ പറഞ്ഞു വരുന്നത് അത് കൊടും വിഷം പുരട്ടിയ കാപട്യമാണ് എന്നായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നൗഷാദ് പറയാണ്, ഞങ്ങൾ സുലൈമാൻ ഉസ്താദിനെ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പലതും ശ്രമിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ഇല്ല എന്നുള്ളതാണ്. അതൊരു പോസ്റ്റ്മോർട്ടം നടത്തലാണ്. ഇനി നൗഷാദിന് ഈ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശമുണ്ട് എന്നതാണ്. അത് പറയുന്നതിന് മുമ്പ് നൗഷാദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ഇവന്റെ മശായിഖന്മാരെ കൂട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളത് സുലൈമാൻ ഉസ്താദാണ് എന്ന്. അത് ആദ്യം നിങ്ങൾ കേൾക്കും. എന്റെ കൈ പിടിച്ച് ശൈഖുനയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ഇതെന്റെ മകനാണ്, നിങ്ങൾ നോക്കണം എന്ന് ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശൈഖുനയെ മുറുകി പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങളാണ് കിട്ടിയപ്പോ പോയത്. എന്താ ഇവൻ ഇതിൽ പറയുന്നത്? ഇവനെ കൈപിടിച്ച് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ് അത്ര കോമാട്ടുചാൽ അബ്ദുള്ളന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഈ നൗഷാദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറയുന്ന ഭാഗങ്ങളാണ്. അത് കേട്ടതിന് ശേഷം ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. നൗഷാദ് ഇപ്പം എന്ത് പറഞ്ഞെന്ന് അപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടൊരിക്കൽ അവൻ വന്നിട്ട് ആ പറഞ്ഞ ആളെ ദർശനെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പരിപാടിക്കൊന്നുമില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോ അവൻ അന്ന് എന്നെ ശോനെ ഇങ്ങനെ ആയാലും സമസ്ത രണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി. ഉള്ളാള് ഞങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ്, വരാഞ്ഞാല് രണ്ടാവുമല്ലോ അറിഞ്ഞു. പിന്നെ ഉള്ളാള് ഞങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല, ഉസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോ ഇങ്ങനെ എന്റെ വർത്തമാനത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു കാട്ടുവളപ്പിൽ നൗഷാദ് ഈ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറയാണ്, അവൻ എന്നെ ഭീഷണിപ്പെടുത്തി, ഞാൻ പറഞ്ഞാൽ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, അവന്റെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ല. നൗഷാദ് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദ് അവർകൾ നിന്റെ കൈകൾ പിടിച്ച് കോമാട്ടുചാൽ അബ്ദുള്ളന്റെ കൈകളിൽ കൊടുത്തിയെന്നാണല്ലോ നീ പറയുന്നത്. ആണെങ്കിൽ ചോദിക്കട്ടെ, ആ കൈകളിൽ ഏൽപ്പിച്ചതിന്റെ ശേഷമാണോ അതിന്റെ മുമ്പാണോ ഈ സംഗതി ഉണ്ടായത്? നീ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയതും ഉസ്താദ് ഈ പറയുന്നതും ഒക്കെ അതിന്റെ ശേഷമാണോ? അല്ലേ? പറ മറുപടി. ഉസ്താദിനോട് ഒരു അല്പം ആദരവ് നിൽക്കുന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞ സ്ഥലത്ത് നീ എന്നില്ല? അല്ലെങ്കിൽ എനിക്ക് വാദമുണ്ടോ അത് ഉസ്താദിനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്ന്? ഉണ്ടെങ്കിൽ അത് പറ. അത് ഉസ്താദിന്റെ സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, ഉസ്താദിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞതാണ്, അങ്ങനെ വാദം എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. എങ്കിൽ എനിക്ക് അടുത്ത മറുപടി വേറെ വരാനുണ്ട്. നീ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മറുപടി വേറെ തരാനുണ്ട്. എന്താണ് ഉസ്താദ് ഇതൊക്കെ? എന്നിട്ട് ഉസ്താദിന്റെ ശേഷം പറയുന്നത് എന്താ? അതൊന്ന് കേട്ടു വെക്കാം. ഒരു വിശ്വാസമില്ല, ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു നല്ലൊരു അഹ്സനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. നല്ലൊരു അഹ്സനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. അല്ലാഹ്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഉസ്താദ് എത്ര വിഷമിച്ചിട്ടാണ് ഈ വാക്ക് പറയണത്, എത്ര നിഷ്കളങ്കമായിട്ടാണ് ഉസ്താദ് ഈ വാക്ക് പറയണത്. ഞാൻ പറഞ്ഞ ഓ കേൾക്കും എനിക്ക് തോന്നണില്ല, അത് കേൾക്കുമ്പോ നമ്മളെ മനസ്സ് പോലും പൊട്ടി പോവുകയാണ്. എന്നിട്ട് ഉസ്താദ് പറയാ, നല്ല അഹ്സനിമാരെ കൂട്ടത്തിൽ ഞാൻ ഓൻ എണ്ണണില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ നൗഷാദ് നിങ്ങൾ ഉസ്താദിനെ എത്ര ക്രൂശിച്ചിട്ടുണ്ട്. നീ ആ വാങ്ങൾ കേൾക്കാം. ഇപ്പൊ ഉസ്താദിന്റെ വലിയ ആദരവും ബഹുമാനം പറഞ്ഞു വരിക. നിങ്ങൾ ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഉസ്താദ് നിങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ലല്ലേ? കേൾപ്പിച്ച നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ഉസ്താദുമാരായിട്ടുള്ളവർ അഹ്സന് ശരിയല്ല, ഓ നല്ല അഹ്സനല്ല എന്ന് പറഞ്ഞാൽ അവനെ എത്ര വലിയവനായാലും ശരി ഹിസാബ് നേരിടേണ്ടി വരും. ഉസ്താദുമാരാണെന്ന് വെച്ച് രാജാക്കന്മാരെ പദവിയിലേക്ക് നിൽക്കരുത്. അതുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേടിന്റെ ആ വയലിന് സ്ഥാനമില്ല. ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തോന്നിയതുപോലെ ഹസൻ ഉസ്താദിനെ കുതിര കയറുന്നവർക്കുള്ള സനതം താരങ്ങള് അത് മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് റഈസുൽ ഉലമ ഈ പേര് സമതെന്ന് പറയുന്നവൻ ഇവൻ ആരെ കുറിച്ചായി പറയണത്? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച്. ഈ നൗഷാദ് നല്ല അഹ്സനിമാരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ റഈസുൽ ഉലമ നൗഷാദിന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. എന്നിട്ട് ഇവനാ ഇത് മുഴുവനും കേട്ട് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പം വരിക, ഞങ്ങൾ സുലൈമാൻ ഉസ്താദ് ഒന്നും പറഞ്ഞിട്ടില്ല, നൗഷാദിന്റെ പൊരുത്തക്കേട് സുലൈമാൻ ഉസ്താദ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയാണ്, ഇതിന് ബാക്കി വരട്ടെ. അത് മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അല്ലെങ്കിൽ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, റയീസുൽ ഉലമ, ഈ പേരൊക്കെ എല്ലാവർക്കും നടക്കും. ഇപ്പൊ ഇവിടെ റയീസുൽ ഉലമ ഹസൻ ഉസ്താദാണ്. അതിപ്പോ എന്താ അതിന് പ്രയാസം? അത് ഓരോ കൂട്ടത്തിൽ ഓരോരുത്തർക്ക് റയീസ് ഉണ്ടാവും. കണ്ണിയത്ത് റയീസുൽ മുഹഖിഖീൻ നൗഷാദെ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോട് ഒരൽപ്പം ആദരവ് നിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, ഒരൽപ്പം ബഹുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഇൽമു പഠിച്ചതിന്റെ ഒരു അല്പം അദബ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ, നൗഷാദെ, ആ സമയം ഈ സമൂഹത്തിനോട് നീ പറയേണ്ടിയിരുന്നു, പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദ് അങ്ങനെ പറയല്ല, എന്റെ പൊരുത്തക്കേട് സുലൈമാൻ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറയല്ല. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനിക്ക് ആദരവോടുകൂടെ എല്ലാവരും കൊടുത്ത റയീസുൽ ഉലമ എന്ന സ്ഥാനപ്പേര് അത് എനിക്ക് ഇട്ടിട്ട് എന്നെ വഷളാക്കല്ല, സുലൈമാൻ ഉസ്താദിനെ മോശപ്പെടുത്തലാണ് അത് എന്ന് പറയേണ്ടിയിരുന്നില്ലേ നൗഷാദനി? ഇമ്മാതിരി പ്രഭാഷണം നടത്തിയിട്ട് ഇപ്പൊ പറയാണ് എന്ത്, ഞങ്ങൾ ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ല, സുലൈമാൻ ഉസ്താദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ആയിട്ടില്ല. ഞാൻ വിഷയം ചുരുക്കുകയാണ്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഉസ്താദ് കുറച്ചൊന്നല്ല നിങ്ങൾ വേദനിപ്പിച്ചത്, സമൂഹത്തിന്റെ മുന്നിലിട്ട് ഉസ്താദിനെ വഷളാക്കിയത് കുറച്ചൊന്നല്ല. നിങ്ങൾ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിന്റെ കാപട്യം തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ ആദരവും പറഞ്ഞു നീ വന്നതുകൊണ്ട്, ഈ പ്രസ്ഥാനം സുലൈമാൻ ഉസ്താദിനെ ആദരിക്കുന്നില്ല, ഞങ്ങളാണ് സുലൈമാൻ ഉസ്താദിന്റെ ആളുകൾ എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് നിന്റെ കാപട്യം ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. നീ ഉസ്താദിനെ വഷളാക്കിയത്, നിങ്ങൾ ഉസ്താദിനെ ചീത്ത വിളിച്ചത്, അതാ ഞാൻ മുമ്പ് പറഞ്ഞത്. ഇതാ ഹാസുമ ഫജറ, മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ 2-3 നമ്മൾ നേരത്തെ പറഞ്ഞു, മൂന്നാമത്തെ നമ്മൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇതാ ഹാസുമ ഫജറ, പരസ്പരം തർക്കിച്ച് കഴിഞ്ഞാൽ തോന്നിവാസം വിളിച്ചു പറയും. ആ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് വേണ്ടാത്ത തോന്നിവാസം വിളിച്ചു പറഞ്ഞത് ഓരോ നിങ്ങൾ കേൾപ്പിച്ചു തരാ കഴിഞ്ഞിട്ടില്ല. ഹസന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയത്തെന്ത്? ശിഷ്യന്മാരെ തോന്നിയ വിധം കുതിര കയറി ഹക്കായ കാര്യം വിളിച്ചു പറയുന്ന സമയത്ത് ഉസ്താദുമാരെ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ചക്രം കറക്കൽ, അതിന് യാതൊരു സ്ഥാനവുമില്ല. ഞങ്ങളത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. ഞങ്ങൾ ഈ ഹക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിന്നെ മുന്നിൽ ഇരുത്തിയിട്ടല്ല ഈ സമിതി വിളിച്ചു പറയുന്നത്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കാണോ ശരീഅത്ത് പഠിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതിനെയാണോ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞു വരിക ഉസ്താദിന്റെ ആദരവിലെ, ഉസ്താദിനെ ശരീഅത്ത് പഠിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ആദരവും പറഞ്ഞു വരിക. കഴിഞ്ഞിട്ടില്ല, വരട്ടെ, അടുത്ത് വരട്ടെ, അതിന്റെ ആദരവ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ഓക്കെ ഉസ്താദ് പഠിപ്പിച്ച ആദർശത്തിൽ, ആ ഓക്കെ ഉസ്താദിന്റെ രക്തത്തിന്റെ മണം മാറാത്ത, വിയർപ്പിന്റെ ഗന്ധം മാറാത്ത അഹിയാസുന്നയിൽ നിന്ന് പുറത്തിറങ്ങിയ അഹ്സനിമാരുടെ കൂട്ടത്തിൽ ഇഹ്സാനും ഒരു അഹ്സനി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വന്യരായ അഹ്സനി ഉസ്താദാണ്. അതിപ്പോ കാലം തെളിയിച്ചില്ലേ? അത് പിന്നെ നല്ല അഹ്സനി അല്ല, ഏത് ശുചായി പറഞ്ഞിട്ടും കാര്യമില്ല, പിടിക്കുന്ന കെട്ടം വരാനുണ്ട്. ഇതാ നല്ല അഹ്സനി. അതേസമയം നല്ല അഹ്സനി അല്ലാത്ത രണ്ടത്താണിക്കാരനെ എഴുതി വിട്ട് കണ്ടില്ലേ? എന്ത് അത്തരം ആളുകളുടെ എഴുത്ത് കാണുമ്പോ നല്ല അഹ്സനി അല്ല എന്ന് പറയാൻ നാമം എന്താത്തത്? മറുപടി എന്താ മൂല്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? പ്രായമുള്ളവരല്ലേ? ചെറിയൊരുകാരൻ മൗലവി ആർക്കെതിരെയായി അട്ടഹസിക്കുന്നത്? ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെതിരെയോ? എന്നിട്ട് ഇപ്പൊ ആദരവ് പറഞ്ഞു വരാല്ലേ? സുലൈമാൻ ഉസ്താദിന്റെ ആദരവ് പറയുന്നതിന് മുമ്പ് ഇതിനൊക്കെ വ്യക്തമായി മറുപടി പറയണം. എത്ര വലിയ ഷുജായി പറഞ്ഞാലും വേണ്ടിയില്ല. ഇതൊക്കെ അട്ടഹസിച്ചപ്പോ ഇവരെന്നെ തോന്നുക, എന്താ മുസ്ലിയാർ അങ്ങനെ പറയണത്, പ്രായമുള്ളവരല്ലേ ഇവരെന്നെ തോന്നുന്നുണ്ട്. എന്നിട്ട് അതിന് വേറെ ഒരു ഉടായ്പ പറയാൻ ആയിട്ടില്ല. ഉസ്താദേ പറയണം, ഇതിനൊക്കെ മറുപടി പറയണം. സമൂഹത്തിന്റെ മുന്നിൽ കൈ കെട്ടി നിന്നിട്ട് പരസ്യമായി ഇതിന് മറുപടി പറയണം. എന്തിനാണ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പച്ചയായി സമൂഹത്തിൽ അവഹേളിച്ചത്? എന്തിന്? നിന്നെ കുറിച്ച് വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നീ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉസ്താദിന്റെ മുന്നിൽ പോയി മാപ്പ് പറയലായിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനെ ഉസ്താദിനെ അവഹേളിക്കേണ്ടിയിരുന്നോ? നിന്റെ കൂടെ നടക്കുന്ന ഇവരെ കയറൂരി വിട്ടിട്ട് ഉസ്താദിനെ അവഹേളിച്ചത് എന്തിന്? മറുപടി പറ. ആദരവ് പറഞ്ഞു വരുന്നില്ലേ? ആയിട്ടില്ല. ഓരോ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളൂ. ഇവിടെ വയസ്സ് മൂത്തതോ കുറവൊന്നല്ല. അപ്പൊ ഇബിലീസിന് കൂടുതൽ വയസ്സുണ്ടോ? മുണ്ടാൻ പാടില്ലല്ലോ. അതൊന്നും പറയണ്ട, തരികളൊക്കെ വിട്ടേക്ക്. ആദർശം കൊണ്ട് നേരിടണം, തോന്നിവാസം പറയേ. അപ്പൊ ആ പാരമ്പര്യത്തിലുള്ള അക്ഷനി ഇനിയിപ്പൊ നിങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ്? നിങ്ങളിപ്പോ നല്ലതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലതല്ല പറഞ്ഞോണ്ടാന്ന് 100 ദിവസം ആയത്. ആ നല്ലതല്ല എന്ന് പറഞ്ഞാൽ കൊണ്ട് പറയാൻ പറ്റൊന്നുമില്ലല്ലോ. എന്താ എങ്ങനെ കോയപ്പാപ്പനെ പറ്റി പറഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാക്കിയത്. എന്താ ഇവിടെ ഒരു ശൈഖുനാനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാക്കിയത്. അതൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ആലോചിച്ച് വർത്താനം പറഞ്ഞാൽ മതി. ആരാണെങ്കിലും അവിടെ നോട്ടൊന്നുമില്ല. അവിടെ അതെ പറയും മറുപടി. അനക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്? ആർക്ക് വേണല്ലേ നല്ല നിങ്ങളെ സർട്ടിഫിക്കറ്റ് എന്നല്ലേ? നീ കാറൂരി വിട്ട തെറിയൂരനായി വെല്ലുവിളിക്കുന്നത് വേണോ? പറ മറുപടി പറ. റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണോ വേണ്ടേ? പറ മറുപടി. എന്നിട്ട് ഈ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കലേക്കാ ഇജ്ജ് പോകാൻ നോക്കണതില്ലേ? അപ്പം പറയേണ്ട ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ മശായിഖന്മാർ പറഞ്ഞാൽ ഞാൻ അവിടേക്ക് എത്തും, ഞാൻ പോകും, ഉസ്താദിനെ ഞാൻ പോകും, ഞാൻ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ ഉസ്താദിനൊന്നും പറയില്ല. ഇമാതിരി തെറിയൂരന്മാരെ കയറൂരി വിട്ടിട്ട് ഉസ്താദിനെ പരസ്യമായി അവഹേളിച്ചിട്ട് എന്നിട്ട് ഉസ്താദിന്റെ ആദരവ് പറയാൻ വന്നിരിക്കുന്നു ഒരുത്തൻ. ആയിട്ടില്ല, അവരുടെ അടുത്ത് തരട്ടെ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സിയാറത്തിന് പോയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. ആ സിയാറത്തിന് പോയപ്പോ ഉസ്താദ് അവർകൾ ഹബീബായ തങ്ങളോട് മുനാജാത്ത് നടത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുന്നു.
അതിനെ അവഹേളിച്ചുകൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് ഈ കുരുവട്ടൂരികൾ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കേൾക്കുന്നതിന്റെ മുമ്പ് അതിന് യോഗ്യരാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുസ്ലിമാൻ ഉസ്താദ്. നമുക്കറിയാം അങ്ങനെ മുനാജാത്ത് നടത്താനും ചോദിക്കാനും എല്ലാത്തിനും യോഗ്യരാണ്. ആ ചോദിക്കുന്നത് ഒരിക്കലും സംശയങ്ങൾ ഉള്ളത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറയാൻ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇത് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹീൽ മൗത. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, പടച്ചോനെ എനിക്കൊന്ന് നീ കാണിച്ചുകൊണ്ട എങ്ങനെയാണ് മരിച്ചവരെ നീ ഹയാത്താക്കുന്നത്. ആ സമയത്ത് പടച്ച റബ്ബ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്, ഖാല അവലം തുഅ്മിൻ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, ഖാല ബല, അതെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഖൽബിന് ഒരു തുമഇനീനത്ത് കിട്ടാനാണ്. എല്ലാ നിലക്കും നമ്മൾ വിശ്വസിക്കുന്നു, ഉറപ്പിക്കുന്നു. പക്ഷെ ചില വിഷയങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുമ്പോഴേ ചില വിഷയങ്ങൾക്ക് തുമഇനീനത്ത് ഉണ്ടാവുകയുള്ളൂ. അത് ആ വിശ്വസിച്ച് ഉറപ്പിച്ചു വെച്ചാലും അങ്ങനെ തന്നെയാണ്. അത് സംശയങ്ങൾ ഉണ്ടായിട്ടല്ല. ഇപ്പൊ നമ്മളൊക്കെ ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകളൊക്കെ നമ്മൾ ഫിഖഹിന്റെ കിതാബുകൾ നല്ലോണം സവിസ്തരം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ തവാഫിനെ കുറിച്ചും സഈനെ കുറിച്ചും സഫാ മർവയെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോഴേ നമുക്കൊരു തുമഇനീനത്ത് കിട്ടുകയുള്ളൂ, നമുക്കൊരു പ്രത്യേകമായ അനുഭവം വരികയുള്ളൂ. അത് സ്വാഭാവികമായും ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അത് സംശയങ്ങൾ ഉള്ളത് കൊണ്ടല്ല. പക്ഷേ ഉസ്താദ് ഈ ചോദിച്ചതിനെ വളരെ അവഹേളിച്ചുകൊണ്ട് കുരുവട്ടൂരികൾ അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നൗഷാദിന്റെ ആദരവ് പറയുന്നതിന്റെ മുമ്പ് നൗഷാദ് ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞിട്ടേ നൗഷാദ് പോകാവൂ. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ഇതുവരെ എന്താണ് ഉസ്താദിനെ കുറിച്ച് ആ വിഷയങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ വരെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വർഗ്ഗങ്ങളെ ഇവർ പറഞ്ഞു. ചങ്ങാനി സുലൈമാൻ മുസ്ലിയാർ വരുന്നു, വലിയ ദറജയിലാണ്. സുലൈമാൻ മുസ്ലിയാരല്ലേ നമ്മൾ കേട്ടില്ലേ? മദീനത്ത് പോയി റസൂലുള്ളാഹിനോട് ചോദിക്കണം, നിങ്ങളെ വാപ്പിമ്മ ശരിയാണോ എന്ന്. വെറുതെ പറഞ്ഞല്ല, കേട്ട് ഞെട്ടണ്ടാരും. അയാളെ മകൻ പറഞ്ഞതാ, വാപ്പറന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയേ നിങ്ങളെ വാപ്പിമ്മയും ഒക്കെ മുഅ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരണം. ഒരു ശൈഖില്ലാത്ത ശൈത്താൻ ശൈഖാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ സാധുവിന് തോന്നി ഞാനിപ്പം റസൂലുള്ളാഹിനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ദർജയ്ക്ക് എത്തിയെന്ന്. അതാണ് ഇസ്തഹവദ അലൈഹിമു ശൈത്താൻ. അതാ ഞങ്ങൾ ഈ പറഞ്ഞത്, നിങ്ങളെ ദർസ് മതിയാവുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരെ പറ്റിയായി പറയുന്നത് അറിയോ? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് നൗഷാദ് വലിയ ആദരവും ബഹുമാനവും പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇപ്പോ ആ ഉസ്താദിനെ കുറിച്ച് ഈ ചങ്ങാതി പറയുന്നത്, സുലൈമാൻ ഉസ്താദിന് ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ചതാണത്രേ, ഞാൻ വലിയ ദർജയിലാണെന്ന് മൂപ്പർക്ക് തോന്നിപ്പോയതാണത്രേ, ഒരു ഷെയ്ഖില്ലാത്തതിന്റെ കുറവാണത്രേ സുലൈമാൻ ഉസ്താദിനെ. ഇന്നാ ലില്ലാഹ്. ഇതൊക്കെ വെച്ചിട്ടാണോ നീ ആദരവും പറഞ്ഞു വരുന്നത് നൗഷാദെ? ഇതിനൊന്നും മറുപടി പറയാതെ പോകാൻ പറ്റില്ല നിനക്ക്. നീ കരുതുന്നുണ്ടത് ഞാൻ പറഞ്ഞല്ല നീ വിചാരിക്കണ്ടോ? ഇതൊക്കെ നീ കയറി വിട്ടതാ, ആയിട്ടില്ല, നിന്റേത് വരാനുണ്ട്. ആദ്യം ഇവരുന്നത് കഴിയട്ടെ. ആയിട്ടില്ല, ഇദ്ദേഹത്തിന്റെ വർത്താനം കഴിഞ്ഞിട്ടില്ല, സമത്തിന്റെ വർത്താനം കഴിഞ്ഞിട്ടില്ല. ഉസ്താദിനെ കുറിച്ച് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഉസ്താദിനിട്ട് സമൂഹത്തിന്റെ അവഹേളിച്ചത് കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലിപ്പ് വരട്ടെ. അപ്പൊ ആരംഭ റസൂലുള്ളാഹിന്റെ ഹക്കിൽ സംസാരിച്ചത് അപകടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? ഈമാനും ഹിദായത്തും ഇൽമിലും യഖീനുണ്ടാകണമെങ്കിൽ മശായിഖന്മാരുടെ ബന്ധം വേണം. അത് പ്രസിഡന്റും അനുയായികളും എല്ലാവരും നന്നായി മനസ്സിലാക്കണം. അതിന് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം നിങ്ങൾക്ക് എളുപ്പവഴി വന്നിരായ അഹ്സനി ഉസ്താദിൻ്റെ കുറച്ച് പ്രഭാഷണം കേട്ടാൽ മതി. ശിഷ്യനാണോ മറ്റോ എന്നുള്ള ഗർവം നിങ്ങൾ നോക്കണ്ട. കാര്യം പറയുന്നത് ഉൾക്കൊള്ളുക, മശായിഖന്മാരെ കടുക്കുക. ഉളുപ്പുണ്ട് നൗഷാദ് എനിക്ക്. ആ വേദി നോക്കി നിങ്ങൾ ആ സമയത്ത് പ്രസംഗിക്കുമ്പോൾ തലകെട്ടും കെട്ടിയിട്ട് ഉളുപ്പില്ലാതെ ഇരിക്കുന്നവിടെ ഓൻ പറയാ ഉസ്താദിന്റെ ആദരവ് എന്താ പറഞ്ഞത്? ഓനെ ഇരുത്തിയുടെ സമത് പറയാ ഓന്റെ പ്രഭാഷണം സുലൈമാൻ ഉസ്താദിനോട് കേട്ട് പഠിക്കാൻ. പ്രസിഡന്റ് ആണെന്നുള്ള ഗർവൊന്നും വേണ്ട, പ്രായമുണ്ട് എന്നുള്ള ഉസ്താദാണെന്നുള്ള ഗർവൊന്നും വേണ്ട. ഇവന്റെ പ്രസംഗം കേട്ട് പഠിച്ച ശിഷ്യൻ നൗഷാദിന്റെ പ്രസംഗം കേട്ടിട്ട് ഉസ്താദിനോട് പഠിക്കാൻ. ഈജാടോ ഉസ്താദിന്റെ ആദരവും പറഞ്ഞു വരുന്നത് ഉളുപ്പില്ലാത്തവനെ. സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് വേണ്ടത് മുഴുവനും കിട്ടി വാങ്ങി പോയിട്ട് എന്നിട്ട് ഇപ്പം പറയാണ് ഓന്റെ പ്രസംഗം കേട്ട് ഉസ്താദ് പഠിക്കണത്രേ. വേറെ വല്ല പണിക്കും നോക്കടോ. റഈസുൽ ഉലമ നിങ്ങൾ പേരിട്ടൊരാള് എന്താണ് അദബിന്റെ ബാലപാഠം ഒരു അങ്കനവാടി പോലും നിങ്ങൾ കണ്ടിട്ടില്ല. നൗഷാദ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നീയാണ്. സുലൈമാൻ ഉസ്താദ് അദബിന്റെ അങ്കനവാടി പോലും കണ്ടിട്ടില്ലല്ലേ? ആദരവ് പറഞ്ഞു വരുന്നതിന് മുമ്പ് നൗഷാദ് ഇതിന് മറുപടി പറ. അതിന്റെ ആദരവിന്റെ ബൂദ്യങ്ങൾ തീർത്തരാ. ഇതൊക്കെ കൂടെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ഇതൊന്നും വല്ലാതെ വിഷയമാക്കേണ്ടതൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതി വിട്ടതാ. പക്ഷെ ഇതുണ്ടല്ലോ ഇപ്പൊ ആദരവും പറഞ്ഞു വരുന്നേ. ഈ പ്രസ്ഥാനത്തിന്റെ ഉലമാക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് സുലൈമാൻ ഉസ്താദിനോട് ആദരവില്ല, ബഹുമാനമുണ്ട്, എല്ലാ ആദരവ് ബഹുമാനം നിങ്ങൾക്കാണെന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഉസ്താദിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഈ തെറിയൂരന്മാരെ മുഴുവൻ കയറൂരി വിട്ടിട്ട് ഇപ്പൊ ആദരവ് പറഞ്ഞു വരുന്നേ കഴിഞ്ഞിട്ടില്ല. അടുത്ത് വരട്ടെ. ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ തനി ഭ്രാന്തല്ലേ ഈ സംസാരമൊക്കെ? ആർക്കാടോ ഭ്രാന്തായത്? പറയാൻ പോലും ലജിച്ചു പോകുന്നു. ഈ കുരുവട്ടൂരികൾക്കല്ലേ മുഴുവനും ഭ്രാന്തായത്?
2013 വരെ ഈ പ്രസ്ഥാനത്ത് നിന്ന് പ്രസംഗിച്ചത് മുഴുവനും തള്ളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മശായിഖന്മാരെ പിന്നിലാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കവലകൾ തോറും ഛർദ്ദിച്ച് നടന്നിട്ട് അവസാനം അത് മുഴുവനും തള്ളി. 2020 വരെയുള്ളത് തള്ളി. എന്നിട്ട് പിന്നെ പറയണം അതിന്റെ ശേഷമുള്ളത് കൊണ്ടുവന്നാലും പരിശോധിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ എന്നുള്ളത്. ഭ്രാന്തൻ സംസാരിച്ചിട്ടല്ലോ ഇത് തള്ളേണ്ടി വന്നത്. ഞങ്ങൾ അഭിമന്യ നേതൃത്വം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനിക്ക് ഇന്ന് വരെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടെ സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗത്തെ കുറിച്ച് ഭ്രാന്തൻ സംസാരമോ? സൂക്ഷിച്ചടോ നീയൊക്കെ. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നൗഷാദ് നീയാണ്. ആദരവും ബഹുമാനം പറഞ്ഞു ഉസ്താദിന് മഹത്വം പറഞ്ഞു വരുന്ന നീയാണോ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇതിനൊക്കെ നമ്മളെ മലയാള ഭാഷ മരക്കൈതാന്നൊക്കെ പറയും. ഞാനത് പറയണില്ല. അത്രയും മോശപ്പെട്ട വാദങ്ങളാണിത്. ആരെ കുറിച്ചാണോ അത് പറഞ്ഞത്? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ചാണ് ഈ ഹൈവാൻ ഈ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ എന്റെ ആദരവും ബഹുമാനങ്ങൾ കാണിച്ചുതരാ. ഇത് വിളിക്കേണ്ടത് ഉസ്താദിനല്ല, ഇത് നിങ്ങൾ പരസ്പരം ഒന്ന് വിളിക്ക്. ആ കോമാട്ടിച്ചാൽ അബ്ദുൽ സെന്ററിൽ നിർത്തുക, കുരുവട്ടൂരിൽ വട്ടത്ത് നിൽക്കുക, എന്നിട്ട് വിളിച്ചൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം കോമാട്ടിച്ചാൽ അബ്ദുൽ മറ്റേ മീനങ്ങാടി സുലൈമാന്റെ കീഴിലുള്ള വേറെ നിങ്ങൾ ദ്വാരുന്നത് പ്രകാരം ഒരു കൈതയാണല്ലോ. നിങ്ങളൊക്കെയാണ് കുരുവട്ടൂരികളെല്ലാവരും ഈ കോമാട്ടിച്ചാൽ അബ്ദുൽ തന്നെ കൈതകൾ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ ദ്വാരുന്നതാണ്. ആ ദ്വാരെന്ന് കേട്ടാളി. എന്നിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചൂടി. പിന്നെ മീനങ്ങാടി സുലൈമാനെ മരക്കൈതെന്ന് വിളിച്ചോ, അതിന് താഴെയുള്ള മീനങ്ങാടി കോമാട്ടിച്ചാൽ അബ്ദുൽ കൈതകളെ കോമാട്ടിച്ചാൽ അബ്ദുൽ എന്ത് നിങ്ങളെല്ലാവരും കൈതെന്ന് വിളിച്ചോടി, കോമാട്ടിച്ചാൽ അബ്ദുൽ നിങ്ങളെല്ലാവരും കൈത കുട്ടികളെ എന്ന് വിളിച്ചോടി. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ദ്വാരുന്നതാണ്. ആ ദ്വാരെന്ന് കേട്ടാളി. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ അടിമകളിൽ, അവിടുത്തെ പാവപ്പെട്ട കഴുതകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളി. എന്നിട്ട് പരസ്പരങ്ങൾ അങ്ങോട്ട് വിളിച്ചോടി. ഞങ്ങളെ നേതൃത്വത്തിന് നേരെ എങ്ങാനും ഇമ്മാതിരി വീഡിയോയുമായി വന്നാൽ നൗഷാദ് ഒറ്റൊന്നിനെ ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ആദർശം കൊണ്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ആദരവും ബഹുമാനം പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ നിന്റെ ആദരവിന്റെയും ബഹുമാനത്തിന്റെ പൂജ അങ്ങോട്ട് തീർത്തുന്നത്. എന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വരിക. ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. എന്റെ ഓരോന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബാക്കിയുള്ളൂ. വളരെ മോശം. നമ്മളെ ഷിയാ ഫൈസി പറഞ്ഞ മാതിരി കണ്ടാ സെഫി എന്ന് നമുക്ക് മനസ്സിലാവില്ല, കേട്ടാ സെഫിയാന്ന് മനസ്സിലാവും. വളരെ മോശമല്ലത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പാനിമാനെ കുറിച്ച് എന്തിനാണ് ഇയാൾ വാക്ക് ഗൗരവം കൂടി പോവും? എന്തിനാണ് ഇയാൾ ചോദിച്ചത്? നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ളവർ ആളുകളുടെ കഥ? ഇയാൾക്ക് ഇത് ആരെ പറ്റിയാ പറയണമെന്നറിയോ? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകൾ കേട്ട ഉസ്താദിനെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ സഫീഹാണെന്ന് തോന്നിപ്പോകും. മരപ്പോട്ടനായ സമതാണ് ഈ പറയണത്. എത്ര ഗൗരവമുണ്ട് ഇതൊക്കെ. ഇത് കേട്ടിരിക്കുകയാണ് ഈ നൗഷാദ്. എന്നിട്ട് ഓപ്പം ആദരവും ബഹുമാനം പറഞ്ഞു വരിക. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ നൗഷാദിനൊക്കെ കണ്ടാമൃഗം കണ്ടാൽ, ഇവൻ നൗഷാദിനെ തൊലിക്കെട്ടി കണ്ടാൽ കണ്ടാമൃഗം പോലും നാണിച്ച് തലതാഴ്ത്തും. ഉളുപ്പില്ലാത്ത ജാതി. എന്നിട്ട് ഉസ്താദിനോട് ബഹുമാനം പറഞ്ഞു വരുന്നില്ലേ? ഇനി ഈ വിഷയത്തെ കുറിച്ച് നൗഷാദിന് എന്താ പറഞ്ഞറിയോ? അതൊക്കെ ഇവരെ വർത്താനങ്ങളാ. ഈ നൗഷാദിനെ പറ്റി ഒന്നും പറഞ്ഞാന്ന് വിചാരിക്കേണ്ട. നൗഷാദ് പറയാണ് ഇതൊരു ഷെയ്ഖ് കിട്ടാത്തത് കൊണ്ട്, ഒരു യഖീൻ ഇല്ലാത്തത് കൊണ്ട്, ഒരു മുറബ്ബിയായ ഷെയ്ഖിന് കിട്ടാത്തത് കൊണ്ട്, അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ യഖീൻ ഇല്ലാത്ത വർത്താനം പറയണത്. സുലൈമാൻ ഉസ്താദിന് യഖീൻ എത്തിയിട്ടില്ല. പറയണത് ആരാന്നറിയോ? സാക്ഷാൽ കാട്ടുവളപ്പിൽ നൗഷാദ്. പറയട്ടെ നൗഷാദ്, പറയും. അഹ്ലുൽ ഔലിയാക്കന്മാരെ ഹളറത്തിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പ് കിട്ടൂ. എല്ലാം എങ്ങനെയാണ്? നിന്ന് സഹവസിച്ച് എല്ലാ ഉറപ്പും വാങ്ങാം. ഉറപ്പില്ലാത്തതുകൊണ്ടാണ് റൗലന്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ നൂറ് കൊണ്ട് തന്നെയാണോ പഠിച്ചത്, അവലിൽ ഹൽക്ക് നൂറ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. ഉറപ്പ് വരയിട്ട. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി ഇമാമിന്റെ കിതാബ് കാണാത്തതുകൊണ്ടല്ലോ. കിതാബൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പിന്നെയും സംശയമാണ്. സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ലെന്നും ചർച്ച ചെയ്യണല്ലോ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അഹ്ലുൽ യഖീനായ മശായിഖന്മാരെ മുന്നിൽ എത്തിപ്പെടാത്തതുകൊണ്ടാണ് ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്നത്. പറയണത് ആരാ? സാക്ഷാൽ നൗഷാദ്. ഓനാ ഉസ്താദിന്റെ അതവും പറഞ്ഞു വരുന്നത്, ബഹുമാനം പറഞ്ഞു വരുന്നത്. ഉസ്താദിനെ ഉപദേശിക്കുക, അഹ്ലുൽ യഖീന്റെ അടുത്ത് എത്തിപ്പെടണം, മശായിഖന്മാരെ കിട്ടണം. എടോ, സുലൈമാൻ ഉസ്താദൊക്കെ എത്തിപ്പെട്ട മശായിഖന്മാരില്ലേ, അവരെ രോമത്തിന്റെ അടുക്കൽ പോലും എന്റെ ശൈത്താന്മാർ എത്തിയിട്ടുണ്ടോ? ഉസ്താദ് എത്ര മശായിഖന്മാരെ കൈകൾ പിടിച്ച മഹാന, എത്ര വട്ടം അന്നോടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ അവിടെ? അതൊക്കെ എന്നിട്ട് ഇജ്ജിപ്പോ ഉസ്താദിനെ ഉപദേശിക്കാൻ വരികയാണല്ലേ? ഇത്ര നേരം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഈ കാട്ടുവളപ്പിൽ നൗഷാദിന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോട് ആദരവിന്റെ, ബഹുമാനത്തിന്റെ, അദബിന്റെ അണുമണി തൂക്കം പോലും അവന്റെ ഹൃദയത്തിലില്ല. അവൻ ഈ ചെയ്യുന്നത് മുഴുവനും കാപട്യമാണ് എന്ന് തെളിയിക്കാനാണ്.
അവൻ ജനങ്ങളെ പറ്റിക്കുകയാണ്. വിഷം പുരട്ടിയ നാവ് കൊണ്ടാണ് അവൻ ഈ സംസാരിക്കുന്നത് മുഴുവനും, പലരുടെയും ഈമാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ തെളിവുകൾ മുഴുവൻ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നൗഷാദ് ഇതിന് മറുപടി പറഞ്ഞിട്ടേ ഇനി ആദരവിനെ കുറിച്ച്, ഉസ്താദിന്റെ ബഹുമാനത്തെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് ഒറ്റ വിഷയം കൂടി പറയാം. ഇന്ന് നൗഷാദ് പറയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് ഓക്കെ ഉസ്താദിന്റെ കുരുത്തക്കേടിന്റെ അവാർഡ് കൊടുക്കണം. അത് കേൾക്കട്ടെ, ഇത് ബാക്കി പറയാം. ഓക്കെ ഉസ്താദിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ കുരുത്തക്കേട് ചങ്ങായിക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടാകാം. കാരണം അവിടെ വന്നിട്ടുള്ളത് പറയും ഓക്കെ ഉസ്താദിന്റെ കുരുത്തക്കേടിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ അവാർഡ് പേരോട് ഉസ്താദിനെ കിട്ടുക ഇവൻ പറയാണ്. എന്നാൽ നമ്മളിനി പറയാൻ പോണത് 2025 വർഷം ഏതായാലും ഒരു മാസം കഴിഞ്ഞ് അവസാനിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിക്കുള്ള അവാർഡ്, അന്താരാഷ്ട്ര അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് നൗഷാദിന് കൊടുക്കണം. അത് എന്തിനാണെന്നറിയോ? നിങ്ങളെ നാട്ടിലൊക്കെ പിന്നെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കലാരാ? ഒന്നുകിൽ ബാപ്പയാണ്, അല്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാരെങ്കിലുമാണ്. ഇതിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ കെട്ടിക്കൽ. എന്നാൽ നൗഷാദ് പറഞ്ഞ പെൺകുട്ടിനെ ഷെയ്ഖിന് കെട്ടിച്ചു കൊടുത്തത് ആരാന്നറിയോ? അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ നോക്കേണ്ടി. ആ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, വിഷയം അവസാനിപ്പിക്കാം. അതുകൂടി പറഞ്ഞ് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഈ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കോമഡിക്കുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ, പൊട്ടത്തരത്തിന്, കോമഡിക്ക്, പൊട്ടത്തരത്തിന്റെ കോമഡി, അതിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഈ കാട്ടുവളപ്പിൽ നൗഷാദിന് കൊടുക്കണം. കെട്ടി വിവാഹിതനായി കഴിഞ്ഞാൽ പിന്നെ അതിന് പെൺകെട്ട് പറഞ്ഞോലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആള് ഭാര്യ ഭർത്താവായി ജീവിച്ചോളൂ. അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. അതാണ് ഏത് പൊട്ടത്തരത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇവനല്ലേ? ഇവനിപ്പോ എന്താ ഇവിടെ പറഞ്ഞേ? എന്താ ഇവൻ പറഞ്ഞേ? ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് വിട്ട ക്ലിപ്പിന്റെ ബാക്കിയാ. എന്താ പറഞ്ഞേ? കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പിന്നെ ഈ പെൺകെട്ട് പറഞ്ഞോരില്ലെങ്കിലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചോളൂ. നിങ്ങൾ നൗഷാദ് എന്റെ നാട്ടിലൊക്കെ പെൺകെട്ട് പറഞ്ഞോരാ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കല് തന്നെ? അന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തത് ആരാ? ബഹുമാനപ്പെട്ട റയീസ് ഉലമ സുലൈമാൻ ഉസ്താദ്. എന്നോട് ഞങ്ങൾ പോകണ്ടെന്നും ഈ പറഞ്ഞ അനുസരിക്കൂല, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതാരാ? അതും റയീസ് ഉലമ സുലൈമാൻ ഉസ്താദ്. അല്ല എന്റെ നാട്ടിൽ പെൺകെട്ട് പറഞ്ഞോല ചങ്ങാതി കൈ പിടിച്ച് കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കല്? അന്റെ വാദപ്രകാരം അങ്ങനെയാണെങ്കിൽ കാട്ടുവളപ്പിൽ നൗഷാദെ അന്റെ ഇപ്പത്തെ ഈ ദാമ്പതി ഈ കോമാട്ടിത്തല്ല അബ്ദുള്ളായിട്ടുള്ള ഇപ്പൊ ഈ ബന്ധമുണ്ടല്ലോ, അത് ഫാസിദാനിക്കാഹാണ്. അന്റെ വാദപ്രകാരം പെൺകെട്ട് പറഞ്ഞോലാണ് കെട്ടിച്ചെന്ന്. ഞങ്ങളുടെ നാട്ടിൽ പെൺകെട്ട് പറഞ്ഞോലെ എന്ത് ചെയ്യുക? കൈ പിടിച്ചു കൊടുക്കില്ല. എമ്മാതിരി പൊട്ടത്തര ചങ്ങായി ജി പറഞ്ഞ്. അതുകൊണ്ട് നൗഷാദെ ഇപ്പത്തെ നിക്കാഹുണ്ടല്ലോ അന്റെ കോമാട്ടിത്തല്ല അബ്ദുള്ളായിട്ടുള്ളത്, ആ നിക്കാഹ് ഫാസിദാണ്. ഇങ്ങോട്ട് പോരി. ഇപ്പൊ ഈ ബന്ധം മുഴുവൻ ഉണ്ടല്ലോ, ഈ ബന്ധപ്പെടൽ മുഴുവൻ വ്യഭിചാര. പോന്നാൾ അവിടെ നിന്ന് കിട്ടും. ഇവിടെയാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നൗഷാദ് എന്തിനാണ് ഇവിടെ ഈ ഉദാഹരണം ഈ രൂപത്തിലാക്കി മാറ്റിയത്? ഇത് നൗഷാദിന്റെ കാപട്യമാണ്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇവൻ ഉസ്താദിനെ ഈ ഉദാഹരണത്തിൽ പെൺകെട്ടുകാരനാക്കി മാറ്റണം. കാരണം പെൺകെട്ടുകാരനക്ക് സ്വാഭാവികമായിട്ടൊരു അവകാശം ഉണ്ടാകൂല. പക്ഷേ ഉപ്പയായിട്ട് നൗഷാദിനെ അംഗീകരിക്കേണ്ടി വന്നാൽ, അതായത് നൗഷാദിന്റെ ആത്മീയമായ ഉപ്പയാണ് ബഹുമാനപ്പെട്ട റയീസ് ഉലമ സുലൈമാൻ ഉസ്താദ് എന്ന് വന്ന് അംഗീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ്. അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നാൽ ആ ഉപ്പയുടെ മകനാണ്, കുട്ടിയാണ് നൗഷാദ്. ആത്മീയമായ വിറാസത്ത്, ഇൽമിന്റെ വിറാസത്ത് നൗഷാദിനുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അത് സമ്മതിക്കാൻ നൗഷാദിനാവില്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ നൗഷാദിനാവില്ല. അതുകൊണ്ടാണ് നൗഷാദിന് ആത്മീയമായ ഉപ്പയാണെന്ന് പറയേണ്ടതിന് പകരം നൗഷാദ് ആ ഉദാഹരണത്തിൽ പോലും പെൺകെട്ടുകാരനാക്കി ചിത്രീകരിക്കേണ്ടി വന്നത്. അതാ നമ്മൾ പറയുന്നത്, നൗഷാദിന്റെ ഈ വാക്കുകൾ മുഴുവനും കാപട്യമാണ്. ഈ സ്നേഹം പറഞ്ഞു വരുന്നത്, ആദരവ് പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട റയീസ് ഉലമ സുലൈമാൻ ഉസ്താദിന്റെ ബഹുമാനം പറഞ്ഞു വരുന്നത് ഇത് കാപട്യമാണ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത്, നൗഷാദെ നിനക്ക് ഉസ്താദിന്റെ ആദരവ് പറയണമെങ്കിൽ, ഉസ്താദിന്റെ ബഹുമാനം പറയണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് റയീസ് ഉലമ സുലൈമാൻ ഉസ്താദിന്റെ കാലിൽ വീണിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മാപ്പ് പറയൽ മാത്രമല്ല, സമൂഹത്തിന്റെ മുന്നിൽ ഉസ്താദിനെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഉസ്താദിനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രീകരിച്ചതിന് മുഴുവനും സ്റ്റേജ് കെട്ടി പരസ്യമായി സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി റയീസ് ഉലമയുടെ മധു പറയാൻ, റയീസ് ഉലമയുടെ ആദരവ് പറയാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ കാപട്യമാണ് എന്ന് സമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും. പടച്ച റബ്ബ് സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ നേതൃത്വത്തിന് മുഴുവനും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആ നേതൃത്വത്തിന്റെ കീഴിലായി ഒരുപാട് കാലം സുന്നത്തിമായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.